ഈ ഒരു അൺസ്റ്റിച്ച്ഡ് സ്യൂട്ടും അതേപോലെ തന്നെ ഇതും, ഈ 2 ഡിസൈൻസ് ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇത് വന്നേക്കുന്നത് തെപ്ചിക്കോട്ടയാണ്. പ്യുവർ തെപ്ചിക്കോട്ടയിൽ ഹാൻഡ് പെയിൻറ് ചെയ്തിരിക്കുന്ന ഡിസൈനാണ്. ഡിഫറെൻ്റ് ആണ്. 4 ഷെയ്ഡ്സ് ഇതിൽ അവൈലബിൾ ആണ്. അതേപോലെ നമ്മൾ അടുത്തത് കാണുന്നത് ചന്തേരിയിൽ വന്നിരിക്കുന്നതാണ്. അതിൽ എംബ്രോയ്ഡറി ചെയ്ത് വന്നിരിക്കുന്ന പാറ്റേൺ. ഇതിൽ 6 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ട്. ഇത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. നമുക്കപ്പം ഫസ്റ്റ് ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ 6 കളേഴ്സിൽ ഫസ്റ്റ് ഷെയ്ഡ് ഇതിൻ്റെ വന്നിരിക്കുന്ന ഒരു ഗ്രീൻ യെല്ലോ കളറ്, ഒരു മസ്റ്റാർഡ് യെല്ലോ ഗ്രീൻ എന്ന് പറയാം. ഇതിൻ്റെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് ആയിട്ട് എംബ്രോയ്ഡറി ചെയ്ത് വന്നിരിക്കുകയാണ്. അതൊരു സ്ലാൻഡിങ് പാറ്റേണിലാണ് അതിൻ്റെ എംബ്രോയ്ഡറി വരുന്നത്. ഈ ഒരു വേവ് ഡിസൈൻ, ഒരു ലീഫിൻ്റെയും കൂടെ പാറ്റേണിലുള്ള എംബ്രോയ്ഡറി, മെഷീൻ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് വരുവാണ്. ഫാബ്രിക് ഇതിൻ്റെ വന്നിരിക്കുന്നത് ചന്തേരിയിലാണ്. ഈ ഒരു ടെക്സ്ചറാണ് അതിൻ്റെ വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരും. ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത് ഷിഫോൺ ഫാബ്രിക്കിലാണ്, പ്യുവർ ഷിഫോണിൽ തന്നെ. അതിൻ്റെ സൈഡിലായിട്ട് ക്രോഷ്യ ലേസ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ ദുപ്പട്ടയുടെ എൻഡ് പോർഷനാണ്. എൻഡിലൊരിക്കൽ ഷിബോരി പ്രിൻറ്റിങ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഹാൻഡ് ഷിബോരി അതുപോലെ വരും ഏറ്റവും എൻഡിലായിട്ട്. ഈവൻ ആ ക്രോഷ്യ ലേസ് ചുറ്റും വരുന്നുണ്ട്. അതിലോട്ട് ആ ഷിബോരിയുടെ പാറ്റേൺ വന്നിട്ടുണ്ട്. ഗ്രീൻ ഷെയ്ഡ് വരും ഇതിൽ. പിന്നെ അതേപോലെ ക്രോഷ്യ വർക്ക്, ഹാൻഡ് ക്രോഷ്യ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ സ്കാറ്റേർഡ് ആയിട്ട് അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്ന രീതിയിൽ ഹാൻഡ് ക്രോഷ്യയും കൂടെ വരുന്നുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് സിന്തറ്റിക് സിൽക്കിലാണ്. അതുപോലെ ഈ സെറ്റുകളുടെ റേറ്റ് വന്നിരിക്കുന്നത് 2299 റേഞ്ചിലാണ്. ഇതിൽ അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് വയലറ്റ് കളറിലാണ്. സെയിം പാറ്റേൺ. ദുപ്പട്ടയുടെ ഏറ്റവും എൻഡിലായിട്ട് വയലറ്റിൻ്റെ തന്നെ ഡാർക്ക് ടോണും വന്നിട്ടുണ്ട്. ബോട്ടം വരുമ്പോൾ സിന്തറ്റിക് സിൽക്കിൽ. ഇനി നെക്സ്റ്റ് ഷെയ്ഡ് തന്നെ വരുമ്പോൾ ബ്രൈറ്റ് പിങ്ക് കളറ്. ടോപ്പ് അതേ പാറ്റേൺ. പിന്നെ അതിൻ്റെ ദുപ്പട്ട, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആ എൻഡിൽ ഇതിൻ്റെ ഒരു ഡാർക്ക് ടോണിലുള്ള ആ ഒരു ഷിബോരി പ്രിൻറ്റിങ്ങിൻ്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രോഷ്യ വർക്കും വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് ലൈറ്റ് ടോണിലാണ്. ഇത് വന്നേക്കുന്നത് ഒരു ലൈറ്റ് മൗ ഷെയ്ഡ്. പേസ്റ്റൽ ടോൺ വേണമെന്നുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം. ഇതിൻ്റെ ദുപ്പട്ടയുടെ എൻഡിലോട്ട് ഇതിൻ്റെ ഒരു ഡാർക്ക് ടോണാണ് വന്നേക്കുന്നത്. ഇതുപോലെ എൻഡിലുള്ള പ്രിൻറ്റിങ് പാറ്റേണിൽ. പിന്നെ ബോട്ടം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ജാം റെഡ് കളറിലാണ്. സെയിം അതേ പാറ്റേൺ. ഏറ്റവും എൻഡിലായിട്ട് ഇതിൻ്റെ ഒരു മെറൂൺ കളറിലുള്ള ഷിബോരി പ്രിൻറ്റിങ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഷെയ്ഡ് വരുമ്പോൾ ഒരു ലൈറ്റ് വൈൻ കളറിൽ വന്നിട്ട് അതേ സെയിം പാറ്റേണിൽ തന്നെ ദുപ്പട്ട വന്നിട്ട് ഇതിൻ്റെ തന്നെ ഒരു ഡാർക്ക് ടോൺ ആണ് ഷിബോരി പ്രിൻറ്റിങ്ങിലോട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 6 ഷെയ്ഡ്സ് ആട്ടോ ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് നോക്കി പർച്ചേസ് ചെയ്യാം. ഇനി നമ്മൾ കാണുന്നത് പ്യുവർ തെപ്ചിക്കോട്ടയിൽ വന്നേക്കുന്നതാണ്. തെപ്ചിക്കോട്ടയിൽ ഫ്രണ്ട് പോർഷനിലാണ് തെപ്ചി വർക്ക് വന്നേക്കുന്നത്. പ്യുവർ കോട്ടയിൽ തന്നെ. ഇത് വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത്. യോക്കിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഹാൻഡ് പെയിൻറ്റിംഗ് ആണ്. ഇതിലോട്ട് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഒരു ബ്രിക്ക് റെഡും ഗ്രീൻ ആൻഡ് യെല്ലോ കളർ കോമ്പിനേഷനിൽ വന്നിട്ട് പിന്നെ സ്കാറ്റേർഡ് ആയിട്ട് ചെറിയ പാറ്റേണിലായിട്ട് തന്നെ ആ ഒരു ഹാൻഡ് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ തെപ്ചി വർക്ക് സെൽഫായിട്ട് സെയിം കളറിൽ ത്രെഡ് ഇട്ടിട്ടുള്ള തെപ്ചി വർക്കാണ് വന്നേക്കുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് കോട്ട തന്നെ വരും. അടുത്തതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ചന്തേരി കോട്ടൺ ഫാബ്രിക്കിലാണ്. അതിലും ഹാൻഡ് പെയിൻറ്റ് വന്നിട്ടുണ്ട്. കോൺട്രാസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഷെയ്ഡ്. ബോട്ടം വരുമ്പോൾ കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലാണ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 2299 റേഞ്ചിൽ. അടുത്ത ഷെയ്ഡ് പിങ്ക് ആൻഡ് വയലറ്റ് കളറാണ്. യോക്കിലോട്ടൊക്കെ ഉള്ള ആ ഒരു ഹാൻഡ് പെയിൻറ്റിൽ വരുന്നത്. ദുപ്പട്ട വരുമ്പം ബ്രൈറ്റ് പിങ്ക് കളറിലാണ്. ബോട്ടം. അടുത്ത ഷെയ്ഡ് വരുമ്പോൾ ഒരു വൈൻ കളറിലാണ്. വൈൻ ആൻഡ് സാൻഡിൽ യെല്ലോ കളറിലോട്ട് വരുന്നുണ്ട്. ഇതാണ് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ ബോട്ടം. ലാസ്റ്റ് ഷെയ്ഡ് വരുമ്പോൾ ബീൻ ഗ്രീൻ കളറിലാണ്. ദുപ്പട്ട ആൻഡ് ബോട്ടം.